ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ്. അതായത് എന്നെ സാരി ഉടുപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് എനിക്കിത് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ മേക്കപ്പും ചെറിയ ലൈറ്റായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡാസ്ലറിൻ്റെ 25 എന്നുള്ള ഷെയ്ഡാന്ന് തോന്നുന്നു, അതിടുന്നുണ്ട്. അതിന് ശേഷം ഐലൈനർ വെച്ച് പൊട്ട് തൊടുന്നുണ്ട്, പിന്നെ കണ്ണെഴുതുന്നുണ്ട്. അതിന് ശേഷമാണ് ഇനി നമ്മൾ മെയിൻ ടാസ്കിലേക്ക് കിടക്കുന്നത്, നമ്മുടെ സാരി ഉടുക്കൽ. സാരി എങ്ങനെ ഉടുക്കണമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല, പിന്നെ ഓക്കാണ് കുറച്ച് ഐഡിയ ഉള്ളത് എങ്ങനെയൊക്കെ. കാരണം എനിക്ക് നിങ്ങളോട് ഇതെങ്ങനെ പറഞ്ഞു തരണം ഒന്നും എനിക്ക് അറിയത്തില്ല. സാരി തന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സാരി തീരെ എന്നോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വലിയ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ആരും എന്നെ അങ്ങനെ ഇതെങ്ങനെ ഉടുത്തതെന്നൊന്നും പറയണ്ട. നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം ഓൾറെഡി പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ്തിരി അയണൊക്കെ ഇട്ടിട്ട് നല്ല ദേഷ്യം പിടിക്കുന്നത്. കാരണം ആ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തീരെ നിൽക്കാത്തൊരു ബ്ലൗസായിരുന്നു, ഒരു സാരി ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ തീരെ നമ്മൾ സാരി ഇങ്ങനെ പിന്നി വെച്ച് കുത്തുമ്പോൾ ഒരു അയിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വലിക്കുന്നുണ്ട്, ഒരു ചൂടെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയോ ഇതാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സാരി അയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ലാസ്റ്റ് സെറ്റ് സാരി അയ്ഞ്ഞാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് ഓളൊന്ന് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ശരിക്കും പറഞ്ഞു നോക്കുക ടാസ്ക് ആയിരുന്നു എന്നെ സാരി ഉടുപ്പിക്കൽ. അതിന് എങ്ങനെയെല്ലാം ചുറ്റി ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കുറച്ച് ഓർണമെൻറ്റ്സ് ഇടണം, പിന്നെ ഒന്ന് മുടി ഒന്ന് സെറ്റാക്കണം, അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ 2 വളയും പിന്നെ ചോക്കറും അതൊക്കെ ഞാൻ ഇടുന്നത്. ചോക്കറും സാരീനെ പോലെ തന്നെ തീരെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതും എങ്ങനെയല്ലോ അയിഞ്ഞു വീണൊക്കെ ഉണ്ടായിരുന്നു. സാരിയിൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചോക്കർ ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം കുറച്ചൊരു ലെങ്ത്ത് ആയിട്ടുള്ളൊരു മാലയാണ് ഇത്. പിന്നെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. കുറച്ച് വലിയ ഓർണമെൻറ്റ്സൊക്കെയാണ്, പ്രശ്നമില്ല. ലുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിട്ടാണല്ലോ, നമുക്ക് സഹിക്കാം. അതിന് പിന്നെ കമ്മലിടുന്നുണ്ട്. കമ്മൽ ഒരു ഓർണമെൻറ്റിന് സെയിം ആയിട്ടുള്ളൊരു കമ്മലാണ് വലുത്. കണ്ട ആ ചോക്കർ പോയി എന്നായിട്ട് തീരെ സഹകരിക്കുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അതിട്ട് അങ്ങനെയെല്ലാം ഒന്ന് കുത്തി റെഡിയാക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കമ്മലൊക്കെ ഇട്ട്, പിന്നെ ഓൾറെഡി കമ്മൽ കഴിച്ച് വെച്ചുകൊണ്ട് തന്നെ ചെറിയൊരു ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒന്നുകൂടി ഓട്ടയടിക്കണം എന്നാണ് വിചാരിച്ചത് കമ്മലിടെ. പക്ഷെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ലോ കുത്തി കയറ്റി പിന്നെ ആ ചോക്കർ ഇടുന്നുണ്ട്. മഹാ ടാസ്ക്കായിരുന്നു. പക്ഷെ എൻ്റെ അമ്മോ, അതിൻ്റെ ഇടയ്ക്ക് ചൂട് എടുത്തിച്ചു സഹിക്കണം ഗൈസ്. ശേഷം പിന്നെ മുടിയെല്ലാം എങ്ങനെയല്ലോ വൺ സൈഡൊക്കെ ഇട്ട് ആക്കി വെച്ച്. പിന്നെ ഷോർട്ട് ഹെയർ അല്ലേ. പക്ഷേ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷെ എൻ്റെ അമ്മോ, ഇതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടിരുന്നു പറയണേ. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ഒരു ഇതാണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ടാറ്റാ.